السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം ഈ ഉമ്മത്തിൻ്റെ ആദർശവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്ത് അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻവിധി അനുസരിച്ച് ഈ സംവിധാനത്തിൻ്റെ ഗുണഭോക്താക്കളായി കേരളത്തിൻ്റെ പുറത്തുള്ള ഇതര സ്റ്റേറ്റുകൾക്കും ഈ ഗുണങ്ങളൊക്കെ എത്തണമെന്ന അതിയായ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമായി 2 വർഷം മുമ്പ് പിറന്ന മഹത്തായ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് SNEC, സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് ഈ 2 വർഷം കൊണ്ട് അത്ഭുതകരമായ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി എന്നത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. വളരെ സന്തോഷത്തോടുകൂടെയും പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന് ശുക്ർ രേഖപ്പെടുത്തിയും കൊണ്ടും ഞാൻ അതിവിടെ അവതരിപ്പിക്കുകയാണ്, നിങ്ങളുടെ മുന്നിൽ ആ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, സമയം വളരെ അല്പം പിന്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. 1-2 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് SNEC 50-ലധികം സ്ഥാപനം, 51 സ്ഥാപനങ്ങളും അതോടൊപ്പം 12 സ്ട്രീമുകളും വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആ ഓരോ വിഷയത്തിൽ പ്രത്യേകം പ്രാഗൽഭ്യം നൽകാൻ കഴിയുന്ന വിധത്തിൽ 8 സ്ട്രീമുകൾ മുന്നേ കഴിഞ്ഞ വർഷമുള്ളതിനപ്പുറം വീണ്ടും 4 സ്ട്രീമുകൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വർഷം 12 സ്ട്രീമുകളുടെ പ്രഖ്യാപനം നടത്തപ്പെടുകയും അതിൽ 2 സ്ട്രീം കേരളത്തിന്റെ പുറത്തുള്ള ആഫാഖ് ഉറുദു സ്ട്രീമാണ്. ബാക്കി 10 സ്ട്രീമുകളിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത്ഭുതകരമായ രൂപത്തിൽ വലിയ അപേക്ഷയുണ്ടാവുകയും അതിൽ നിന്ന് പരീക്ഷ നടത്തി ഇന്നിവിടെ 1ാം ക്ലാസ്സിലേക്ക് എല്ലാ സ്ട്രീമിന്റെയും ആദ്യ വർഷത്തിലേക്ക് അഡ്മിഷൻ എടുത്ത 1424 വിദ്യാർത്ഥികളുടെ മുഖദ്ദിമയാണ്, പഠനാരംഭമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ, ഇനി അടുത്ത് തന്നെ ജൂൺ 3-ാം തീയതി ലാറ്ററൽ എൻട്രിയുടെ എൻട്രൻസ് അതിന്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അതുപോലെ CPGയുടെ പരീക്ഷ നടക്കാനിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ, നമ്മുടെ സാദാത്യങ്ങൾ എല്ലാവരും ഒത്തുകൂടിയ ഈ മുബാറക്കായ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികളുടെ പഠനാരംഭം നടക്കാൻ പോകുമ്പോൾ 1-2 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്. ഈ SNEC എന്ന് പറയുന്നത് പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇതിന്റെ പൂർണ്ണമായ റേറ്റും അത് ബഹുമാനപ്പെട്ട സമസ്തക്ക് മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ഖാദിമീങ്ങൾ മാത്രമാണ്. ഖാദിമീങ്ങളായി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സമർപ്പിത ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന നല്ല പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിദഗ്ധരും നല്ല പണ്ഡിതന്മാരുമായ നല്ല ഒരു സമൂഹം, നല്ലൊരു ടീം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ വിദ്യാർത്ഥികളുടെ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി, അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വളർച്ചയ്ക്ക് വേണ്ടി പാഠ്യേതര വിഷയങ്ങളിൽ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പദ്ധതികൾ മാസത്തിൽ 1, 2, 3 പ്രാവശ്യം മീറ്റിങ്ങുകൾ കൂടി അവർ ഒരുപാട് ചർച്ചകൾ നടത്തി നടപ്പിൽ വരുത്തുന്ന പദ്ധതികളാണ് SNECയിലൂടെ പുറത്തു വരുന്നത്. ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികളെ സംബന്ധിച്ച് SNEC അതിന്റെ അക്കാദമിക് കൗൺസിൽ ചർച്ചകൾ നടന്നു. കഴിഞ്ഞ മാനേജ്മെന്റ് മീറ്റിൽ അതിന്റെ ഒരു ചെറിയ രൂപം അവതരിപ്പിക്കുകയും ചെയ്തു.
അങ്ങനെ വളരെയധികം ചിന്തയോടുകൂടെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ ആസൂത്രിതമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പദ്ധതി രൂപീകരിക്കുകയും അത് നമ്മുടെ ഉസ്താദുമാരുടെ മുന്നിൽ അക്കാദമിക് കൗൺസിലുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ചെയർമാനും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദും ബഹുമാനപ്പെട്ട MT ഉസ്താദും വൈസ് ചെയർമാൻമാരും ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ് കൺവീനറുമായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ആ ഗവേണിംഗ് ബോഡിയിൽ വെച്ച് അവർ അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് പുറത്തേക്ക് വരുന്നത്, നിങ്ങളെ അറിയിക്കുന്നത്, നടപ്പിൽ വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് വിശ്വസിച്ച് നിങ്ങളുടെ വിദ്യാർത്ഥികളെ, നിങ്ങളെ മക്കളെ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഉറച്ച് അതിൽ അഭിമാനമുള്ള മക്കളാക്കുകയും സുന്നിയാണെന്ന് പറയുന്നതിൽ, ഞാനൊരു സമസ്തക്കാരനാണെന്ന് പറയുന്നതിൽ അഭിമാനമുള്ള പണ്ഡിതന്മാരെയും അഭ്യസ്ത വിദ്യരെയും വാർത്തെടുത്ത് മാതൃകാ പുരുഷന്മാരെ വാർത്തെടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ്. അതോടൊപ്പം ആ കുട്ടികളെ ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഈ അസുറിൽ നിലനിൽക്കുമ്പോൾ തന്നെ അസുറിന്റെ നന്മകളെ ഏതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നൈപുണ്യമുള്ള മക്കളാക്കി വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അമീനായ കരങ്ങളിലാണ് നിങ്ങളെ മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകും, സമസ്തയുടെ തണലിലും നിയന്ത്രണത്തിലുമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ പഠനാരംഭം നടക്കാൻ പോവുകയാണ്. ഞാൻ വെറും സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യം നിർവഹിക്കുകയാണ്.